ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ജാതി ഞങ്ങളുടെ പിന്നിൽ തന്നെയുണ്ട്. അവര് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നില്ല. അവരെല്ലാം കൂടി ചേർന്ന് ഒരു വർത്തമാനം പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതാണ്. ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ മറ്റ് വിവിധ മേഖലകൾ, സാമൂഹ്യ വികാസം, ദാരിദ്ര്യ ലഘൂകരണം, അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം, വ്യവസായ സൗഹൃദ അന്തരീക്ഷം, ഇതിലെല്ലാം ഇപ്പോഴും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം. അപ്പോൾ ഇനി ഏത് മേഖലയിലാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പത്രക്കാരാണല്ലോ ചോദിക്കണം. എന്താണത് പറയാതിരിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അത് പറയാൻ പുറപ്പെട്ടാൽ കേരളത്തിന്റെ വികസനം പറയേണ്ടി വരും. അവരുടെ ജാതിയിൽ ഇല്ലാത്തൊരു അജണ്ടയാണ് കേരളത്തിന്റെ വികസനം. വികസനം എന്ന് പറയുന്ന ആ 3 അക്ഷരത്തോട് വലിയ വിരോധമാണ് പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് അത് പറയാതെ അതെന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ പറയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നു. ഏത് സ്ഥാനത്തേക്കാണ് എത്തിക്കുക എന്നുള്ള സാധനം വ്യക്തത വേണം. കാരണം വർഗീയ ശക്തികളുമായി ചേർന്നാണല്ലോ, 2 ശക്തികളുമായിട്ടാണ്. OLB ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററാണ് സതീശൻ എന്ന് ഞാൻ പറഞ്ഞു. അത് വെറുതെ പറഞ്ഞതല്ല, അല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞു. മറ്റത്തൂർ ഇപ്പോഴും, തൃശ്ശൂരിലെ മറ്റത്തൂരിൽ ഇപ്പോഴും BJP കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ അതേപോലെ തുടരുകയാണ്. കുമരകത്തും അതുപോലെ തന്നെയാണ്. നിരവധി പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ ആ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് 41 സീറ്റിൽ BJP ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് കൂടി ഉപയോഗിച്ചിട്ടാണ്. 41ലും 1000 കുറവായിരുന്നു അവർക്ക് കിട്ടിയ വോട്ട്. അവർ തമ്മിലുള്ള അന്തർധാരയാണ്. ഈ അന്തർധാര തുടരുമ്പോഴാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടി BJP CPM കൂട്ടുകെട്ടാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കള്ളം പറയുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം. ഇതിപ്പം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ കേരളത്തെ ഒന്നാമതാക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ വർഗീയ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അപകടമാണ് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും കോൺഗ്രസിന് പ്രത്യേകിച്ച് പറയാനില്ല എന്നുള്ളതാണ് കാര്യം. ഞങ്ങൾ പ്രഭാത മീറ്റിംഗ് ഞങ്ങൾ അപ്പോൾ നടത്തുന്നുണ്ട്. ഇന്നലത്തെ പൊതുയോഗത്തിലും പറഞ്ഞാണ്, കേരളം വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ജനങ്ങൾ ജാഗരൂകരായി വർഗീയതയെ പ്രതിരോധിക്കണമെന്ന് ഈ ജാഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഹിന്ദു വർഗീയവാദികൾ, RSS, BJP, സംഘപരിവാർ വിഭാഗം, ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി, കാസ, ഇതെല്ലാം വർഗീയ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ശക്തികളാണ്. അത് എന്നുമില്ലാത്ത രീതിയിലുള്ള ശക്തമത്തായ രീതിയിലുള്ള പ്രചാരവേല ജനങ്ങൾക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ കള്ള പ്രചരണവും മാധ്യമങ്ങളുടെ പിന്തുണയും കൂടി വരുമ്പോഴാണ് വലിയ അപകടം കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഈ കേരളം നിലനിൽക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ്. അപ്പോൾ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തി വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തിയായ പോരാട്ടം കേരളത്തിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ ഈ ജാതിയിലുടനീളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.